വെൽക്കം ടു ഐക്കൺ യുവ. ഫാദറിൻ്റെ ബിസിനസ്സായിരുന്നു സ്വദേശി ഗ്രാനൈറ്റ്. ആ സ്വദേശി ഗ്രാനൈറ്റ് പിന്നീട് മർമർ ഇറ്റാലി എന്ന പേരിൽ കേരളത്തിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഇറ്റാലിയൻ മാർബിൾ ഷോറൂമായി. എങ്ങനെയായിരുന്നു ആ ഒരു ചേഞ്ച്? സ്വദേശി മർമർ ഇറ്റാലിയ എന്നുള്ള പേര് തന്നെ സെലക്ട് ചെയ്യാനുള്ള കാരണം നമ്മുടെ ബാക്കിയുള്ള പ്രൊഡക്റ്റിൻ്റെ പേരെല്ലാം നമ്മുടെ ഓട് കമ്പനി സ്വദേശി ടൈൽ വർക്ക്സ് ആയിരുന്നു, സ്വദേശി ഗ്രാനൈറ്റ്, എല്ലാ സ്ഥാപനങ്ങളും സ്വദേശിയായിരുന്നു. അപ്പം ഒരിക്കലും ഒരു ഇമ്പോർട്ടൻറ്റ് മാർബിളിന് അത് സെറ്റ് ആവില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് തന്നെയാണ് ഞാൻ മർമർ ഇറ്റാലിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ മർമർ എന്നുള്ള വേർഡ് എല്ലാ ലാംഗ്വേജിലും മാർബിൾ എന്നാണ്. അപ്പോൾ ഞാൻ ഇറ്റലിയിൽ നിന്ന് ആണ് കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാനത് മർമർ ഇറ്റാലിയ എന്നുള്ളൊരു പേര് ഞാൻ ഇത് തുടങ്ങാനുള്ളൊരു കാരണം തന്നെ ഞാനൊരു മോർ ദൻ 50 ഞാൻ നന്നായി യാത്ര ചെയ്യുന്ന കൂട്ടത്തിലാണ്. എൻ്റെ യാത്രയാണ് ഈ ഒരു ഇതിലേക്കുള്ള ഇൻസ്പിറേഷൻ കൂടിയത്. കാരണം നമ്മൾ ഗ്രാനൈറ്റ് വിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആളുകളുടെ അപ്ഡേഷനാണ്. ഡെയിലി ഓരോ അപ്ഡേറ്റ് വന്ന് കഴിയുമ്പോൾ പുതിയത് എന്തെന്നുള്ള ചോദ്യം ആണ് നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരേ സാധനം തന്നെ എപ്പോഴും വെച്ചുകൊണ്ടിരുന്നുണ്ടെങ്കിൽ അത് ബിസിനസ്സിൻ്റെ നമ്മുടെ ഫ്ലോ എഫക്റ്റ് ചെയ്യുന്നു. പണ്ട് നമ്മൾ ഗ്രാനൈറ്റ് ആയിരുന്നു, മാർബിളായിരുന്നു, ഗ്രാനൈറ്റ് ആയിട്ട് ഇപ്പോൾ ഇറ്റാലിയൻ മാർബിൾ കടന്നു, അങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വേൾഡ് വൈഡിലെ പുതിയ ഐറ്റംസ് നമ്മൾ കണ്ടുപിടിച്ച് അത് നമ്മുടെ ഇവിടെ മർമർ ഇറ്റാലിയയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ഫാദറിന് ബിസിനസ്സായിരുന്നു. ഫറൂഖിലെ പ്രശസ്തമായ ഓട്ട് കമ്പനികളിൽ ഒരെണ്ണം താങ്കളുടെ ഫാദറിനായിരുന്നു. പഠിക്കുന്ന കാലത്ത് താങ്കൾ ബിസിനസ്സുമായിട്ട് കൂടുതൽ ഇടപെട്ടിരുന്നു കേട്ടിട്ടുണ്ട്. എങ്ങനെയായിരുന്നു അത്? ഞാൻ സ്കൂളിംഗ് ഒക്കെ ഹോസ്റ്റലിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഫറൂഖ് കോളേജിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ആ സമയങ്ങളിൽ കമ്പനികളിൽ വരിക എന്നുള്ളത് ഫാദറിൻ്റെ ഒരു നിർബന്ധമായിരുന്നു. ആ ക്ലാസ് കഴിഞ്ഞാൽ കമ്പനിയിൽ വന്നിരിക്കുക എന്നുള്ളത്. വന്നിരുന്നുണ്ടെങ്കിൽ എല്ലാ വീക്കിലും നമുക്ക് അവിടെ നിന്നൊരു കൂലി കിട്ടും. അതായത് ബാക്കിയുള്ള സ്റ്റാഫിൻ്റെ കൂടെ തന്നെ എനിക്കൊരു സാലറി വീക്കിലി തന്നെ കൂലി കിട്ടുമായിരുന്നു. അപ്പോൾ അതാത് സ്ഥലത്ത് ഇരിക്കുമ്പോൾ ഞാൻ ആദ്യം വന്നിരുന്നു. ആ ഓടോമിലായിരുന്നു എന്നെ ആദ്യം കൊണ്ടിരുത്തിയത്. ആ സമയങ്ങളിൽ തന്നെ എനിക്ക് എന്തെങ്കിലും ഇന്നോവേഷൻ എപ്പോഴും അന്ന് മുതൽ എൻ്റെ ഒരാൾ ചെയ്യുന്നത് എനിക്ക് ചെയ്യുന്നതിന് എന്തെങ്കിലും ഒരു പ്രത്യേകത വേണമെന്നുള്ള ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഓട് മാത്രം അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഓട് കഴിഞ്ഞ് മെയിനായിട്ടുള്ള ഓട് ഉണ്ടാക്കുന്ന റോ മെറ്റീരിയൽ മെഷീന്, ഡിയറിങ് മെഷീന് 2-3 മണിക്കൂർ കഴിഞ്ഞാൽ ബാക്കി 4-5 മണിക്കൂർ ആ മെഷീൻ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഈ മെഷീനിൽ ഞാനത് ഓടിൻ്റെ കട്ട് ചെയ്ത് ഉണ്ടാകുന്ന വേസ്റ്റ് ഇട്ടിട്ട് രണ്ടാമത് വർക്ക് ചെയ്തിട്ട് അതിൽ ഹോളോ ബ്രിക്സ്, ഗുർഡീസ്, അങ്ങനത്തെ എക്സ്ട്രാ ഐറ്റംസ് ഉണ്ടാക്കാൻ ഞാൻ ശ്രമിച്ചിട്ട് ആ മെഷീൻ ഒരു ഫുൾ ഷിഫ്റ്റിലേക്ക് കൊണ്ടുവന്നിട്ട് അതൊരു വേറൊരു ഇൻകം ഉണ്ടാക്കാൻ എന്നെ കൊണ്ടന്ന് പറ്റും. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ചാർജ് എടുക്കുന്നത് ഗ്രാനൈറ്റ് കമ്പനിയിലാണ്. അതെൻ്റെ മൂത്ത ബ്രദറാണ് ഗ്രാനൈറ്റ് കമ്പനിയുടെ ചാർജ്. ഞാനും ഇതുപോലെ പകുതി സമയങ്ങളിൽ അവിടെ വന്നിരിക്കും. അങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കേണ്ട സമയത്ത് കോളേജ് പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ചെറിയ ബിസിനസ് മൂഡുകളുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ അന്നത്തെ ബിസിനസ്സുകൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഓട് കമ്പനി, ബ്രിക്കിൻ്റെ ഫാക്ടറി ഉണ്ട്, ടൈൽ ഫാക്ടറി ഉണ്ട്, ബസ്സുകളുണ്ട്, എസ്റ്റേറ്റ് ഉണ്ട്, നമ്മുടെ പെട്രോൾ ബങ്ക് ഉണ്ട്. എല്ലാം കൂടെ നമ്മൾ ഗ്രൂപ്പായിട്ടാണ് ഫാദറും ബ്രദേഴ്സ് നമ്മൾ എല്ലാം ഗ്രൂപ്പായിട്ടായിരുന്നു ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഫാദറും നമ്മുടെ മക്കളും, അതായത് ബ്രദേഴ്സ് 5 പേരാണ് എൻ്റെ ബ്രദേഴ്സ്. നമ്മളായിരുന്നു എല്ലാം കൂടെ ആയിരുന്നു ചെയ്തിരുന്നത്. ആ സമയങ്ങളിൽ ഞാൻ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ പാരലായിട്ടൊരു ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ നമ്പർ ബോർഡില്ലേ, പഞ്ചിങ് നമ്പർ ബോർഡ്, അന്ന് ആ ഒരു കാലത്ത് തന്നെ ഞാൻ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് തന്നെ ബാംഗ്ലൂരിൽ നിന്ന് അവിടെ പെർമനൻ്റ് ആയിട്ടൊരു സ്ഥലത്ത് നിന്ന് വാങ്ങും. ഇവിടെ ഞാൻ നമ്മുടെ പെട്രോൾ ബങ്കിലെ എല്ലാത്തിനും സാമ്പിൾ വെച്ചിട്ട് ഇവിടുന്ന് ഓർഡർ എടുക്കും. രാത്രി വിളിച്ച് പറയും, രാത്രിയത്തെ ബസ്സിന് അവർ SKS പോലത്തെ ബസ്സിൽ കൊണ്ടുവരും. പിറ്റേ ദിവസം ഡെലിവറി ചെയ്യുന്ന സ്റ്റൈലുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് ഞാൻ എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും പ്രത്യേകതയുള്ള സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹം. അന്ന് നമ്പർ ബോർഡിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു, പഞ്ചിങ് നമ്പർ ബോർഡ്. അന്ന് ഇവിടെ ഒന്നും പഞ്ചിങ് നമ്പർ ബോർഡ് ഇല്ലാത്ത സമയം. അങ്ങനെ അത് ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഫാക്ടറിയിൽ ഇരുന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സ്വന്തം ഐറ്റംസ് മാത്രമായിരുന്നു നമ്മുടെ ഫാക്ടറിയിൽ കട്ടി. നമ്മുടെ ഓൺ കോറി, നമുക്ക് ഗ്രാനൈറ്റിൻ്റെ കോറി ഞങ്ങൾക്ക് ഇവിടെ താലവാടി എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്, തമിഴ്നാട്ടിൽ ചാമരനഗറുണ്ട്. അവിടെയുള്ള ബ്ലാക്ക് ഗ്രാനൈറ്റ് കോറിയാണ് ഞങ്ങൾക്കുള്ളത്. അവിടെയുള്ള മെറ്റീരിയലാണ് ഞങ്ങൾ ഈ ഫാക്ടറികളിലും ഇവിടെയും നമ്മുടെ താലവാടി ഫാക്ടറിയിലും കട്ട് ചെയ്യും. വേറെ പ്രൊഡക്റ്റ് ഒന്നും കട്ട് ചെയ്യാറില്ല. നമ്മുടെ സ്വന്തം പ്രൊഡക്റ്റ് മാത്രം കട്ട് ചെയ്യും, റീറ്റെയിൽ വെക്കും, എക്സ്പോർട്ട് ചെയ്യും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പല ആളുകളും വന്നിട്ട് മറ്റു കളറുകൾ ചോദിക്കാൻ തുടങ്ങി. നമ്മൾ ബാംഗ്ലൂരിൽ നിന്നാണ് സാധനം എടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മളവിടെ നിന്ന് വാങ്ങി നമ്മൾ ചെറിയ മാർജിൻ ഇട്ടിട്ട് ഇവിടെ സെല്ല് ചെയ്യുന്ന സമയത്ത് ഈ വരുന്ന മെറ്റീരിയലൊക്കെ എവിടെ നിന്നാണ് വരുന്നതെന്ന് ഞാനൊന്ന് കണ്ടുപിടിച്ച പ്രകാരം അതൊരു നോർത്തിലെ ജാലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്, രാജസ്ഥാൻ്റെ ഒരു തന്നെ വളരെ ഇൻറ്റീരിയർ ആയിട്ടുള്ള ഒരു സ്ഥലത്തു നിന്നാണ് ഈ പ്രൊഡക്ട്സ് വരുന്നത്. അങ്ങനെ പല ഫാക്ടറികളിലും വിസിറ്റ് ചെയ്ത സമയത്ത് ഒരു രാഗ ഗ്രാനൈറ്റ്സ് എന്ന് പറഞ്ഞൊരു കമ്പനി, ഒരു പ്രകാശ് മേത്ത എന്ന് പറഞ്ഞൊരു ജെയിൻ, നല്ല അവിടുത്തെ ഒരു ആദ്യത്തെയുള്ളൊരു നല്ലൊരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ഫാക്ടറിയിലാണ് ഞാൻ എല്ലാ ഫാക്ടറിയും വിസിറ്റ് ചെയ്തപ്പോൾ എനിക്ക് ആ ഫാക്ടറിയിൽ കയറിയപ്പോഴാണ് കുറേ കൂടി ജെന്യൂനിറ്റിയും ക്വാളിറ്റിയും ഒക്കെ തോന്നിയപ്പം
അദ്ദേഹമായിട്ട് ഞാൻ ടൈപ്പ് ചെയ്തു, അദ്ദേഹത്തിന് ഞാൻ കാശ് കൊടുത്തു. അദ്ദേഹം എല്ലാ മെറ്റീരിയലിനും അവിടെയുള്ള എല്ലാ പ്രൊഡക്ഷൻ സാമ്പിൾസും തന്നു. അപ്പോൾ ലോഡിൽ ഇതിൻ്റെ ലോഡ് ഫുള്ളാക്കി തന്നു. എന്നിട്ട് അവിടെ ഇല്ലാത്ത കളർ അദ്ദേഹം പുറമെന്നും വാങ്ങിയിട്ട് എൻ്റെ ലോഡിൽ ചെയ്ത് തന്നതിന് അയാൾക്കൊരു ഇത്ര എക്സ്ട്രാ പൈസ ആൾ മാർജിൻ ഇട്ടിട്ട് എനിക്ക് ലോഡാക്കി തന്നു. അത്യാവശ്യം പല വെറൈറ്റി കളേഴ്സ് എല്ലാം അന്നിവിടെ ഞാൻ കൊണ്ടുവന്ന് എൻ്റെ ഈ ഫറോ ഫാക്ടറിയിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് സെയിൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ എൻ്റെ ബിസിനസ്സിൻ്റെ പാരലായിട്ട് ഞാൻ ബിസിനസ് അന്നേ ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ ഞാൻ എപ്പോഴും എന്തെങ്കിലും വെറൈറ്റി വേണമെന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. ആരോ ആൾ ചെയ്യുന്നത് ഞാൻ ചെയ്യാറില്ല. നമ്മുടെ തന്നെ പ്രൊഡക്ട്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഈ കേരളത്തിലെ ആദ്യത്തെ ഗ്രാനൈറ്റ് ഫാക്ടറിയാണ് സ്വദേശി ഗ്രാനൈറ്റ് ഇന്ത്യ ലിമിറ്റഡ്. അത് കഴിഞ്ഞിട്ട് ഗ്രാനൈറ്റ് ടൈൽ ഉണ്ടാക്കുന്ന ആദ്യത്തെ ഗ്രാനൈറ്റ് ഇതാണ്. ഗ്രാനൈറ്റ് ടൈൽ യൂണിറ്റ് ഉണ്ടാക്കുന്ന സ്വദേശി സ്റ്റോൺ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഫസ്റ്റ് ഗ്രാനൈറ്റ് ടൈൽ ഉണ്ടാക്കുന്ന യൂണിറ്റ് ഞങ്ങളുടേതായിരുന്നു. പിന്നെ ഇപ്പോൾ ഇറ്റാലിയൻ മാർബിൾ ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്ന കേരളത്തിലെ ഏക സ്ഥാപനം ഇപ്പോൾ നമ്മളുള്ളത്. വേറെ ആരും വന്നിട്ടില്ല, ഇപ്പോഴും നമ്മളുള്ളൂ. അങ്ങനെ നമ്മളെല്ലാത്തിലും ഒരു പിന്നെ ക്വാളിറ്റി മാത്രം, നമ്മുടെ ക്വാളിറ്റീൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെ ഹൈ ക്വാളിറ്റി സാധനം നമ്മൾ സെല് ചെയ്യാറുള്ളൂ. ഒട്ടും ഞങ്ങൾ ക്വാളിറ്റി കുറച്ചിട്ടുള്ള സാധനം വെക്കാറില്ല. അത് ഞങ്ങളൊരു ഇതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്വാളിറ്റിയും റീസണബിൾ പ്രൈസുമാണ് നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ സെല്ലിങ്ങിൻ്റെ ഏറ്റവും വലിയ വിജയം. നമ്മളൊരു മാർക്കറ്റിങ്ങിൽ പോലും ആളുകൾ വളരെ കുറവാണ്. പക്ഷേ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തതിലും കൂടുതലും മാസം നമുക്ക് സെല് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മെയിൻ കാരണം നമ്മുടെ ക്വാളിറ്റിയാണ്. കേരളത്തിൽ ഇറ്റാലിയൻ മാർബിൾ ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്നത് മാർമർ ഇറ്റാലിയ മാത്രമാണ്. എങ്ങനെയായിരുന്നു ഈ ഒരു ഇപ്പം സാധാരണ ഇന്ത്യയിൽ ഇവിടെ പ്രൊഡക്ഷനുള്ള മാർബിൾ അതുപോലെ ഗ്രാനൈറ്റ് എല്ലാം ഇവിടെ പ്രൊഡക്ഷൻ ഉള്ളതുകൊണ്ട് പുറത്തുനിന്ന് കൊണ്ടുവരാനുള്ളൊരു ലൈസൻസിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ നിങ്ങളുടെ കയ്യിലെ ലൈസൻസ് ഉണ്ട്. എങ്ങനെയായിരുന്നു ഈ ലൈസൻസ് കിട്ടിയതും ഇത് കൊണ്ടുവരാനുള്ള തീരുമാനം ഉണ്ടായത്? അതെന്താണെന്ന് വെച്ചാൽ ഇത് ഇന്ത്യയിലെ മാർബിളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഈ ഒരു തീരുമാനം വന്നിരിക്കുന്നത്. ഈ സ്പെഷ്യൽ ലൈസൻസ് നിരോധിക്കുന്ന സമയത്ത് അവർക്ക് സ്വന്തമായിട്ട് ഫാക്ടറി വേണം, കെപെക്സിൽ മെമ്പർ ആയിരിക്കും. അങ്ങനെ കുറേ ക്രൈറ്റീരിയ വെച്ചിട്ട് ആ സമയത്ത് കേരളത്തിൽ ഞങ്ങൾ മാത്രമുള്ളായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് മാത്രം ഒരു ഇത് കിട്ടാനുള്ള കാരണം, ഈ ലൈസൻസ് കിട്ടാനുള്ള കാരണം. പിന്നെ അതുപോലെ രാജസ്ഥാനിൽ കുറച്ച് പേരുണ്ട്, ബാംഗ്ലൂർ 2 പേരുണ്ട്. അങ്ങനെ ഓൾ ഓവർ ഇന്ത്യയിൽ തന്നെ വളരെ കയ്യിലുണ്ടാവുന്ന ആൾക്കാരുടെ അടുത്ത് ഈ ലൈസൻസ് ഉള്ളൂ. പക്ഷേ മെറ്റീരിയൽസ് എല്ലാ ഷോപ്പുകളിലും ഇമ്പോർട്ട് മാർബിൾ അവൈലബിൾ ആണ്. പക്ഷേ ഡയറക്റ്റ് ഇമ്പോർട്ടറായിട്ട് കേരളത്തിൽ ഞങ്ങളുള്ളൂ. ഒത്തിരി ഷോപ്പുകളിൽ അവൈലബിൾ ആയിട്ട് കിട്ടുന്ന സാധനമാണ്. എന്തായിരുന്നു ഇറ്റാലിയൻ മാർബിൾ ഇമ്പോർട്ട് ചെയ്യാനുള്ള തീരുമാനിച്ചത്? ഈ ആളുകൾ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഡേ ബൈ ഡേ അവർക്ക് പുതിയ പുതിയ ട്രെൻഡ് ആവശ്യം. പണ്ടത്തെ പണ്ട് കാലത്ത് മൊസൈക്കായിരുന്നു, അത് കഴിഞ്ഞ് പിന്നെ മാർബിളിലേക്ക് കടന്ന് മാർബിളിൽ നിന്ന് അങ്ങനെ ഡെയിലി അപ്ഡേഷന്. പ്രത്യേകിച്ച് കേരളത്തിലെ ആൾക്കാരെ പോലെ ഇന്ത്യയിൽ എവിടെയും വീടിന് സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരില്ല. ഇപ്പം അന്യ സംസ്ഥാനത്ത് ഇപ്പോൾ ഞങ്ങൾക്ക് ബാംഗ്ലൂരൊക്കെ ഉണ്ട് സ്ഥാപനം. അവിടെ തന്നെ അവിടുത്തെ 90% സെയിലും ഈ സ്റ്റോൺ ഐറ്റംസ് പോകുന്നത് കേരളത്തിലേക്കാണ്. കാരണം കേരളത്തിലാണ് വീടിന് വേണ്ടി ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത്. ബാക്കിയുള്ള സ്റ്റേറ്റിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒത്തിരി കാശുണ്ടെങ്കിലും അവർക്കാർക്കും ഈ ഒരു വീടിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ഇത് പ്രത്യേകിച്ച് നമ്മളെ NRI, നമ്മുടെ ഈ പ്രത്യേകിച്ച് നമ്മുടെ മലബാർ ബെൽറ്റിൽ വീടിന് വേണ്ടി നന്നായിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്ഡേഷൻ എന്നൊരു ആക്രിഡേറ്റ് ഒരു സാധനം കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ സെയിം റിപ്പീറ്റേഷൻ അവർക്ക് ഇഷ്ടമല്ല. അപ്പം നമ്മളതിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കേണ്ട ഒരു അവസ്ഥയാണ്. കാരണം നമ്മളിപ്പം ഇറ്റലി ഉണ്ട്, സ്പെയിൻ, ഗ്രീസ്, നോർവേ, ഇപ്പം ഞങ്ങൾ 9 കൺട്രിയിൽ നിന്ന് ഇപ്പം ഞങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഇന്നൊരു ആക്രിഡേറ്റ് വന്നു കഴിഞ്ഞാൽ അതേ സെയിം മെറ്റീരിയൽ അടുത്ത പ്രാവശ്യം ആക്രിഡേറ്റ് ഉപയോഗിക്കാത്തതുകൊണ്ട് നമ്മൾ ഡെയിലി അതിൻ്റെ പിന്നാലെ നടന്ന് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു അവസ്ഥയാണ്. എൻ്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ വേൾഡിൽ കിട്ടാവുന്ന എല്ലാ മെറ്റീരിയലും ഈ ഒരു ഫറോക്കിൽ എത്തിക്കണം എന്നാണ് എൻ്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹം. വേൾഡിലെ എല്ലാ കളേഴ്സും ഫറൂഖിൽ എത്തിക്കുക, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി എത്തിക്കുക എന്നുള്ള താങ്കളുടെ ഡ്രീം നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓഫീസ്, വീട്, ഡ്രസ്സ് എല്ലാം വൈറ്റാണ്. എന്താണ് ഈ ഒരു വൈറ്റിനോടുള്ള താല്പര്യം? വൈറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പോസിറ്റീവ് എനർജിയുള്ളൊരു ഇതാണല്ലോ. ശരിക്കും ഈ ഒരു കളറ് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം. പിന്നെ അധികം ആൾക്കാർ വൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ തന്നെ ഒരു എക്സാമ്പിൾ ഉണ്ട്. നമ്മുടെ ഷോറൂമിലൊക്കെ വരുമ്പോൾ വൈറ്റ് എടുക്കാൻ വരുന്ന ആൾക്കാർ വൈറ്റ് കാണുമ്പോൾ എടുക്കാൻ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അവർ പറയും, ചോദിക്കുന്ന കളർ പറയും, അത് ചളയിൽ പെട്ടെന്ന് അറിയാത്തൊരു കളർ വേണം, അതിൻ്റെ മാർബിളുണ്ടോ, അങ്ങനെയാണ് ചോദിക്കും. പക്ഷെ ആ ഒരു കോൺസെപ്റ്റ് മാറ്റണം. അധികം നമ്മുടെ മൈൻഡ് സെറ്റിൻ്റെ കുഴപ്പം അത്. ശരിക്കും നമ്മളെ വീട് ചെയ്യുമ്പോൾ ചളയിൽ അറിയണം, എന്നാലേ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാനും അതിൻ്റെ
ഇതും കിട്ടുള്ളൂ. പ്രത്യേകിച്ച് വൈറ്റ് ആകുമ്പോഴുള്ള ഗുണമെന്ന് വെച്ചാൽ മെയിൻറ്റെയിൻ ചെയ്യാനും ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കും വൈറ്റ്. എല്ലാവരും വിചാരം പെട്ടെന്ന് വൈറ്റായ പെട്ടെന്ന് നാശാവുന്നതാണ്. ഒരിക്കലും ആവില്ല. നമ്മൾ ഒരു ധാരണ എൻ്റെ വീട്ടിലും ഓഫീസിലൊക്കെ എത്രയും വർഷങ്ങളായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അവിടെയൊക്കെ ഒരു കുഴപ്പമില്ല. നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് തുടയ്ക്കും, ഒരു മെയിൻറ്റെയിൻ ചെയ്ത് പോകും. പ്രത്യേകിച്ച് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പോസിറ്റീവ് എനർജിയാണ്. നമ്മൾ ഏത് ടെൻഷനിലും നമ്മൾ വന്നിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. എൻ്റെ വീട്ടിലോ ഓഫീസിലിരിക്കുമ്പോൾ വൈറ്റിലിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ അത് കളറിന് വലിയൊരു പാർട്ടാണ്. ഇപ്പോൾ റൂമിൽ തന്നെ പല ആൾക്കാരും പറയാറുണ്ടല്ലോ, ചില ഡാർക്ക് റൂമിൽ പെയിൻ്റ് അടിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത്. അതുപോലെ വൈറ്റിനുള്ള അത് മെയിനായിട്ട് അതാണ് എൻ്റെ കാരണം. ഈ വൈറ്റിനോടുള്ളൊരു ഇഷ്ടം അതാണ്. വൈറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളത് വീണ്ടും വൈറ്റിനെ ഉപയോഗിക്കാനുള്ള ആഗ്രഹമുണ്ട്. ഞാൻ കൂടുതലും വൈറ്റ് ഉപയോഗിക്കാറ്. ബാക്കി കളേഴ്സ് യൂസ് ചെയ്യാറുണ്ട്, പക്ഷേ ഞാൻ കൂടുതലും എനിക്ക് വൈറ്റാണ്. ഞാൻ എന്ത് സെലക്ട് ചെയ്യുമ്പോഴും ഫസ്റ്റ് പ്രിഫറൻസ് വൈറ്റിനാണ് ഞാൻ കൊടുക്കാറുള്ളത്. ഒരുപാട് മേഖലകളിൽ സാന്നിധ്യം അറിയിക്കുന്ന ഒരാളാണ്. ഒരുപാട് റോട്ടറി ക്ലബ്ബ്, അതുപോലെ പല സ്ഥലങ്ങളിലും പല ക്ലബ്ബുകളിൽ, അതുപോലെ ചാരിറ്റി സൊസൈറ്റീസിൽ, NGOs. എന്തൊക്കെയാണ് ഈ ഒരു അവാർഡ്സും അതുപോലെയുള്ള സാന്നിധ്യങ്ങൾ എവിടെയൊക്കെയാണുള്ളത്? ഞാൻ ഉദ്ദേശിക്കുന്ന അവാർഡ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടുന്ന എൻ്റെ ഫ്രണ്ട്സാണ്. കാരണം ഞാൻ 94 മുതൽ JCCയിൽ ജൂനിയർ JC മുതലുണ്ട്, റോട്ടറാക്ട് മുതലുണ്ട്. ഇപ്പോൾ ഞാൻ മോർ ദാൻ 20-25 സിറ്റുവേഷനിൽ ഭാരവാഹിത്വം വഹിക്കുന്നുണ്ട്. പ്രസിഡൻ്റായിട്ട്, സെക്രട്ടറി ആയിട്ട്, പലതിലും കോസ്മോലായാലും ചാമ്പർ ഓഫ് കൊമേഴ്സിൽ പല സെക്ടറിലും ഞാനത്. ഞങ്ങൾക്ക് ബിസിനസ് ക്ലബിൻ്റെ പ്രസിഡൻ്റാണ്. പിന്നെ ഞങ്ങളുടെ മാബിൾ അസോസിയേഷൻ്റെ ഓൾ ഇന്ത്യ വൈസ് പ്രസിഡൻ്റാണ്, സ്റ്റേറ്റ് പ്രസിഡൻ്റാണ്. അങ്ങനെ പല ഇതിലൊക്കെയുള്ള നമുക്ക് കിട്ടാവുന്ന ഏറ്റവും അസറ്റ്സ് അവാർഡ് കിട്ടുന്നതിനേക്കാളും ബെനിഫിറ്റ് കുറേ ഫ്രണ്ട്സ് നമുക്കുള്ള സർക്കിൾ. അതാണ് അതിൻ്റെ വലിയൊരു കിട്ടില്ല. എനിക്കിപ്പോൾ ഈടായിട്ട് എനിക്കൊരു യൂത്ത് ഐക്കോൺ അവാർഡ് കിട്ടി. 400 യങ് ബിസിനസ്സുകാരെ മൊത്തത്തിൽ സെലക്ട് ചെയ്തിരുന്നു. ടോപ്പ് 5 എനിക്ക് എത്താൻ എനിക്ക് പറ്റി. അതെന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അച്ചീവ്മെൻ്റ് എന്ന് പറയാം. നമുക്ക് ഒരിക്കലും അതൊക്കെയാണ് നമ്മൾ പ്രചോദനം. ഓരോ അവാർഡ് കിട്ടുമ്പോഴും നമ്മൾ ഒന്നുമില്ല നമ്മളത് മനസ്സിലാകണം. ബാക്കിയുള്ളവരെ കാണുമ്പോൾ നമ്മൾ എവിടെ എത്തിയില്ല എന്ന് മനസ്സിലാകുന്നത് ഈ അവാർഡ് കിട്ടുമ്പോഴാണ് നമ്മൾ എവിടെ എത്തിയില്ല എന്ന് മനസ്സിലാകും. അധികം അതാണ് അവാർഡ് നമ്മളെ എപ്പോഴും ടെൻഷനാക്കിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ എത്തിയില്ലല്ലോ, ഇനി എത്തണ്ടേ, അപ്പോൾ നമ്മൾ തൊട്ട് സ്റ്റേജിലേക്ക് കയറണ്ടേ എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് വരുന്നതാണ്. അവാർഡാണ് എപ്പോഴും നമ്മളെ ഒരു പ്രചോദനം, അടുത്തേക്ക് കയറാനുള്ളൊരു സ്റ്റെപ്പാണ് അവാർഡ്. കാലിക്കറ്റിൽ ഏതൊരാളും ഫസ്റ്റ് ഒരു ചാരിറ്റിയുടെ ആവശ്യം വരികയാണെങ്കിൽ അവരിലേക്ക് ഓടിയെത്തുന്ന ഒരു പേരാണ് സാക്കിർ ഹുസൈൻ, മർമർ ഇറ്റാലിയ. എന്തൊക്കെയാണ് ഒരു ചാരിറ്റിയുടെ ഭാഗമായിട്ട് താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സത്യം പറയുകയാണെങ്കിൽ അത് പറയാൻ പാടില്ല എന്നാണ് നമ്മുടെ വിശ്വാസം. ഒരു വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാൻ പാടില്ല എന്നുള്ള വിശ്വാസം ഞാൻ നന്നായിട്ട് മുറുകെ പിടിക്കുന്ന ഒരാളാണ്. എന്നാലും ചില കാര്യങ്ങൾ പരസ്യമായി ചോദിക്കുമ്പോൾ ഞാനത് മെയിനായിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്യുന്ന അധിക കാര്യങ്ങളും എഡ്യൂക്കേഷനിൽ ഒരു വീട്ടിൽ എഡ്യൂക്കേഷൻ നമ്മളൊരു കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വീടങ്ങ് നമ്മൾ കാശ് എത്ര കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു തുടങ്ങി കൊടുത്തോണ്ട് വലിയ കാര്യമൊന്നുമില്ല. ആ ഒരു കുട്ടീനെ പഠിപ്പിക്കാൻ പറ്റി കഴിഞ്ഞാൽ അധികം ഞങ്ങൾ ചെയ്യാറുണ്ട്. നഴ്സിങ്ങിനും പല സ്ഥലങ്ങളിലും നമ്മളങ്ങനെ സ്പോൺസർ ചെയ്യാറുണ്ട്. അതുപോലെ അവർ പാസ്സായി മിക്കവാറും പഠിക്കുന്ന പിള്ളേരായിരിക്കും. അവരുടെ സാമ്പത്തിക ഇഷ്യൂ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പലതും സെലക്ട് ചെയ്യാറ്. അറിഞ്ഞ് ചെയ്യണം എന്നുള്ളതാണ്. പരസ്യമായിട്ട് ചെയ്യുന്നതിൽ എനിക്ക് വലിയ അഭിപ്രായമുള്ള ആളല്ലേ, ചോദിച്ചുകൊണ്ട് ഞാനത്. അല്ല, ഈ ചോദ്യത്തിന് കാരണമുണ്ട്. കാരണം കാലിക്കറ്റ് ഡിസ്ട്രിക്ട് കളക്ടറായിട്ട് ചേർന്നിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു എന്നൊരു ഞങ്ങളിപ്പോൾ ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ട്. ഞങ്ങൾ 5 പേര് ഗ്രൂപ്പുണ്ട്. ഞങ്ങൾ ക്ലോസ് ഗ്രൂപ്പാണ്. അങ്ങനെ അറിയുന്ന ആൾക്കാരാണ്. നമ്മൾ 5 പേര് കൂടിയിട്ട് നമ്മളൊരു വിഷൻ 2025 എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മൾ നിയർലി 100 crores ഞങ്ങൾ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. കാരണം നമ്മൾ സ്റ്റാർട്ടപ്പ് ചെയ്ത് വരുന്ന യങ്സ്റ്റേഴ്സിന്, അതായത് ബിസിനസ്സിൽ അവരുടേതായിട്ടുള്ള ഐഡിയകളുള്ള ആളുകളെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവരെ പ്രൊമോട്ട് ചെയ്തിട്ട് അവർക്ക് മേജർ ഷെയർ കൊടുത്തിട്ട് ബാക്കി കിട്ടുന്നൊരു എമൗണ്ടാണ് നമ്മുടെ പ്രോഫിറ്റ്. ഈ പ്രോഫിറ്റാണ് വീണ്ടും അടുത്ത ആൾ നമ്മൾ റൊട്ടേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊന്നും നമ്മളൊരു പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത്. ഇതൊരു നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന യങ്സ്റ്റേഴ്സ്, നമ്മളൊക്കെ ബിസിനസ്സിൽ പലതും അനുഭവിച്ച് വളർന്ന ആൾക്കാരാണല്ലോ. പല ആൾക്കാരുടെ ഇഷ്യൂസും നമ്മളെ കൊണ്ട് പറ്റാവുന്ന നമ്മുടെ അനുഭവങ്ങൾ പങ്കുവെക്കാം. 50ഓളം രാജ്യങ്ങളിൽ കറങ്ങിയിട്ടുള്ള ഒരാളാണ്. ഒബിയസ്ലി ട്രാവലിംഗ് ഒരു ഹോബി ആയിരിക്കും. എന്തൊക്കെയാണ് ഹോബി? എൻ്റെ മെയിൻ ഹോബി പറഞ്ഞ മാതിരി ട്രാവലിംഗാണ്. എൻ്റെ ബിസിനസ്സിലേക്കുള്ള എൻട്രി വരെ എൻ്റെ ഹോബിയിൽ നിന്നാണ് ഉണ്ടായത്. ബിസിനസ്സുകളാണ് ഞാൻ ഇമ്പോർട്ട് മാർബിളൊക്കെ തുടങ്ങിയത് തന്നെ. ഇപ്പം ഈ യാത്ര ഞാൻ സാധാരണ ഒഫീഷ്യലായിട്ട് എങ്ങോട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ 2-3 പോയിന്റ് ഞാൻ എപ്പോഴും എക്സ്ട്രാ എടുക്കും. കാരണം വെച്ചാൽ ഒഫീഷ്യലായിട്ട് എത്തിപ്പെടാത്ത സ്ഥലങ്ങളായിരിക്കും. പക്ഷേ യൂറോപ്പിന് വളരെ അടുത്ത സ്ഥലം, ഞാനിപ്പോൾ ഇറ്റലി പോവുകയാണെങ്കിൽ എൻ്റെ നിയറസ്റ്റ് സ്കാൻഡിനേവിയൻ സെക്ടറോ അല്ലെങ്കിൽ ഓസ്ട്രിയ, അങ്ങനെ നിയറസ്റ്റ് സ്പോട്ട് എപ്പോഴും ഞാൻ സെലക്ട് ചെയ്യാറുണ്ട്. കാരണം ഓസ്ട്രിയയിലൊന്നും നമുക്ക് ബിസിനസ് സംബന്ധമായിട്ട് ആവശ്യമില്ലാത്ത ഏരിയയാണ്. അങ്ങനെ ഞാൻ ഓരോ പ്രാവശ്യം പോയിട്ടാണ് ഞാൻ 50-ലേറെ രാജ്യങ്ങൾ എനിക്ക് കവർ ചെയ്യാൻ പറ്റിയത്. പിന്നെ ഹോബീസ് എന്ന് പറഞ്ഞാൽ ട്രാവൽ തന്നെയാണ് എൻ്റെ മെയിൻ ഹോബി. പിന്നെ കാറ് എനിക്കൊരു ഇഷ്ടപ്പെട്ടൊരു സംഭവം. കാറുകൾ എന്ന് പറഞ്ഞാൽ എൻ്റെ വലിയ ആഗ്രഹമാണ്. കാറുകൾ
കളക്ട് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ്. അതും ഈ വൈറ്റ് കാറുകൾ മാത്രമാണ്. ശരിക്കും വൈറ്റിനോട് ഇഷ്ടപ്പെട്ടപ്പോൾ വൈറ്റ് കാർ, എനിക്ക് കറുപ്പ് കാറിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്താ അറിയില്ല, വൈറ്റ് കാർ ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ വൈറ്റിലേക്ക് ഇങ്ങനെ മാറി മാറി. എനിക്ക് ആദ്യം ബ്ലാക്ക് കാറൊക്കെ ഉണ്ടായിരുന്നു. യങ്ങ സമയത്തൊക്കെ കൂടുതൽ ബ്ലാക്ക് കാറുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് വൈറ്റ് കാറിനോടാണ് കൂടുതൽ. വൈറ്റിനോട് പൊതുവെ എനിക്ക് കുറച്ച് ഇഷ്ടം കൂടി വരികയാണ്. മാർബിൾ ബിസിനസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇറ്റാലിയൻ മാർബിൾ, ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ എങ്ങനെയാണ്? ഇനി വരാനുള്ള ട്രെൻഡ് അതാണ്. ഇപ്പം ഇനി എല്ലാ വീടുകളാണെങ്കിലും ഇപ്പം തന്നെ നമ്മളൊക്കെ ഗ്രണൈറ്റിൻ്റെ ഫാക്ടറി നമ്മൾ തുടങ്ങുന്ന കാലത്ത് അന്ന് ആരും ഗ്രണൈറ്റിൻ്റെ സ്ലാബ് ഉപയോഗിക്കുന്നത്, അന്നൊക്കെ മൊസൈക്കും ടൈലൊക്കെ ഉള്ളൊരു കാലമുണ്ട്. ടൈൽ വരെ ഇടാൻ തുടങ്ങിയിട്ടില്ല, മൊസൈക്കിൻ്റെ കാലമാണ്. ആ സമയത്ത് ഗ്രണൈറ്റൊക്കെ ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ വളരെ റയറായിട്ടൊന്ന് ഫ്രണ്ടിൽ കാണുന്ന ഭാഗത്തൊരു സ്ലാബ് വെക്കുക, അങ്ങനെ ഉണ്ടായിരുന്ന സാധനം ഇപ്പം ഒരു ഗ്രണൈറ്റ് സുലഭമായ പോലെ തന്നെ ഇപ്പോൾ ആളുകൾ ഇനി വരാൻ പോകുന്ന ട്രെൻഡും ഗ്ലോബലൈസേഷൻ്റെ പാർട്ടായിട്ട് ഇപ്പം എല്ലാ കൺട്രിയിലുള്ള സാധനങ്ങളും ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആയി തുടങ്ങിയതുകൊണ്ട് ഇപ്പം ഏത് സാധനം വേൾഡിൽ ഇറങ്ങി അത് നമ്മൾ ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് കേരളത്തിൽ, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ റോൾസ് റോയ്സ് കാർ ഇറങ്ങിയ ഉടനെ ആ സാധനം ഇവിടെ ഫോണിൻ്റെ ലേറ്റസ്റ്റ് ഫോൺ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ മൂമെൻറ്റിൽ നമ്മുടെ നാട്ടിൽ വാങ്ങുന്ന പോലെ തന്നെ ആളുകൾ ഈ ഒന്നാമത് കേരളത്തിലെ ആളുകൾക്ക് യാത്ര ചെയ്യുന്ന ആളുകളായതുകൊണ്ടാണോ പറയും കൂടുതൽ ആൾക്കാരും അപ്ഡേഷന് കൂടുതലാണ്. അപ്പം ഇനി വരാൻ പോകുന്ന ആളുകളൊക്കെ ഇനി ഉപയോഗിക്കാൻ പോകുന്നതും ഇനി ഫ്യൂച്ചറുള്ളൊരു ബിസിനസ്സാണ് ഇറ്റാലിയൻ മാർബിൾ. ഇനി എല്ലാ വീടുകളിലും അത് സുലഭമായിട്ട് ഉപയോഗിച്ച് തുടങ്ങും. ഇപ്പം തന്നെ അത് ഉപയോഗിച്ച് തുടങ്ങും. അതാണ് ഞങ്ങളെ ലക്ഷ്യം. അതാണ് കാരണം പ്രൈസിങ് ഞങ്ങൾ വളരെ എല്ലാവരും ഇറ്റാലിയൻ മാർബിൾ എന്നൊക്കെ പറയുമ്പോൾ 600, 700, 800 മാത്രം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞങ്ങളടുത്ത് ഉണ്ട്, ഞങ്ങളടുത്ത് 3000, 4000, 20,000 വരെയുള്ള ഉണ്ട്. പക്ഷേ ഞങ്ങളത് ഓരോ 198 ഓൺവേർഡ്സ് ഞങ്ങളത് മാർക്കറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് ഏത് റേഞ്ചിലുള്ള ആളുകൾക്കും ഈ ഇറ്റാലിയൻ മാർബിൾ, ഇമ്പോർട്ടൻ്റ് മാർബിൾ ഇടാൻ പറ്റുന്ന രൂപത്തിലേക്ക് ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പ്രീഷ്യസ് സ്റ്റോൺസിൻ്റെ ഒരു വേരിയൻസ് കണ്ടായിരുന്നു, 8,000 to 25,000 അതിൻ്റെ പെർ സ്ക്വയർ ഫീറ്റ് റേറ്റ്. ഇത്തരത്തിലുള്ള ഒരു പ്രോഡക്റ്റ് എത്രത്തോളം മാർക്കറ്റ് ഉണ്ട് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ? പക്ഷെ അതും നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത കാര്യങ്ങളാണ്. ഇത് വാങ്ങാനും ആളുകളുണ്ട്. ഇപ്പൊ എന്റെ അറിവിൽ ഞാനും വിചാരിച്ചു ഇതൊക്കെ ഇവിടെ കൊണ്ടുവന്നാൽ ആരും പോവോ ഡിസ്പ്ലേയിലേക്ക് മാത്രം വെച്ചിട്ട്. അത് എനിക്കിപ്പോൾ അടുത്ത കാലത്ത് പറയുകയാണെങ്കിൽ ആളുകളുടെ പേര് ഞാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല, കാരണം ചില അവർക്ക് വേറെ ഇഷ്യൂസ് വരുന്നുണ്ട്. ഒരു വീട്ടിൽ ഒരു 40,000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട്, അതിൻ്റെ സെൻറ്ററിൽ അവർ ഒരു 500 സ്ക്വയർ ഫീറ്റ് ഫ്ലോർ ചെയ്യാൻ ഈ സാധനം കൊണ്ടുപോയിട്ടുണ്ട്. 500 സ്ക്വയർ ഫീറ്റ് എന്നാൽ കോസ്റ്റ് കണക്കൂട്ടും വലിയ എമൗണ്ടാണ്, വലിയ വീടിൻ്റെ. പക്ഷേ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്, ആളുകൾക്കൊക്കെ വെറൈറ്റി എല്ലാവരും നോക്കുന്നുണ്ട്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഈ എമത്തിസ്, എമറാൾഡ് അങ്ങനത്തെ ഒത്തിരി സാധനം ഈ സ്റ്റോൺസ് വെച്ചിട്ടുണ്ടാക്കുന്നതാണ്, നാച്ചുറൽ സ്റ്റോൺസ് വെച്ചിട്ടുണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെതായ വാല്യൂ എമത്തിസിൻ്റെ റേറ്റ് ഉണ്ട്, എമറാൾഡിൻ്റെ റേറ്റ്, ഓരോ പ്രൊഡക്റ്റിൻ്റെ ബേസിനനുസരിച്ചിട്ട് സ്ലാബിൻ്റെ റേറ്റ് വേരിയൻ്റ് ആണ്. 8,000 to 25,000 വരെ വേരിയൻ്റ് ആണ്. പക്ഷേ ഞാനും ആദ്യം സത്യത്തിൽ അത്ഭുതപ്പെട്ടതാണ്, അതൊക്കെ ആരും വാങ്ങുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന്. പക്ഷേ എൻ്റെ വെറും നമ്മുടെ ഈ കോഴിക്കോട് മലപ്പുറത്തിൻ്റെ ഉള്ളിലുണ്ടായ സംഭവമാണ്, അല്ലാണ്ട് ഒരു ദുബായിക്ക് എക്സ്പോർട്ട് ചെയ്ത കാര്യമോ എന്നല്ല ഞാൻ പറയുന്നത്. ഇവിടെ തന്നെ ആളുകൾ അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്തതിലും കൂടുതലാണ് നമ്മുടെ കേരളത്തിലെ ആൾക്കാരോട് വീടിനുള്ള സ്പെൻഡ് ചെയ്യുന്ന കാര്യം. മലയാളിയുടെ മൈൻഡ് സെറ്റാണ് ഇതുപോലുള്ള ബിസിനസിൻ്റെ ഒരു ബാക്കപ്പ്. സത്യം തീർച്ചയായും പറയുകയാണ്, അവരാണ് നമ്മുടെ ബാക്കപ്പ്. അവർ അങ്ങനത്തെ ഒരു മൂടുള്ളാത്ത ഒരാൾക്കാരാണെങ്കിൽ നമ്മുടെ കാര്യം എന്നോ നിർത്തി പോകേണ്ട സമയം കഴിഞ്ഞു. ആ ഒരു പുതിയ എന്തെങ്കിലും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐറ്റം ചെയ്യണോ, അല്ലെങ്കിൽ ബാക്കിയുള്ള വീട്ടിലില്ലാത്ത ഒരു ഐറ്റം എൻ്റെ വീട്ടിൽ ചെയ്യണമെന്ന് ഓരോരുത്തരും ആഗ്രഹിക്കുന്നുണ്ട്. ഏത് ആളുകൾ അവരുടേതായിട്ടുള്ള കപ്പാസിറ്റിക്ക് അനുസരിച്ച് അവർ ഇന്നോവേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും മോസ്റ്റ് എക്സ്പെൻസീവ് വേരിയൻ്റ് എന്താണ്? അതിൽ നാച്ചുറൽ ആയിട്ടുള്ള ഇതിലിപ്പം താസോസ് വൈറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രീസിന് വരുന്നൊരു വൈറ്റ് ഉണ്ട്, പ്യൂർ വൈറ്റ്. അതാണ് നമ്മുടെ നാച്ചുറൽ സ്റ്റോണിൽ ഏറ്റവും കോസ്റ്റ്ലിയസ്റ്റ് ആയിട്ടുള്ളത്. 3,000 rupees-നാണ് നാച്ചുറൽ സ്റ്റോണിൽ വരുന്നത്. അതിൻ്റെ തന്നെ ക്വാളിറ്റി ഫസ്റ്റ് ചോയ്സിൽ വരുമ്പോൾ പ്രൈസ് വേരിയേഷൻ വരുന്നുണ്ട്. നോർമലായിട്ട് ഞങ്ങളിവിടെ സെല് ചെയ്യുന്നത് 3,000 റേഞ്ചിൽ വരെയാണ് ഇപ്പോൾ ഞങ്ങളിവിടെ കാലിക്കറ്റിൽ സെല് ചെയ്യണം. അതിൽ കൂടുതലുള്ള ഐറ്റംസ് ഇവിടെ ഫാസ്റ്റ് മൂവിങ് അല്ലാത്തതുകൊണ്ട്, പിന്നെ ഒന്നാമത് ഹെവി ഇൻവെസ്റ്റ്മെന്റ് വരുമ്പോൾ അത്രയും ഫാസ്റ്റ് മൂവിങ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളത് അധികം ഇറക്കാറില്ല. ഇപ്പോൾ ഇവിടെ ഉള്ളതിൽ ഏറ്റവും എക്സ്പെൻസീവ് എന്ന് പറയുന്നത് 3,000 rupees പ്ലസ് മറ്റേ 25,000 ഒക്കെ ഉള്ള അങ്ങനത്തെ മെറ്റീരിയലാണ്. അങ്ങനത്തെ അപ് ടു 25,000 വരെയുള്ള മെറ്റീരിയലാണ് ഞങ്ങളെടുത്തുള്ള ഇവിടെയുള്ള സ്റ്റോക്കിലുള്ളത്. മർമറിട്ടയിലേക്ക് ഫറൂഖിലല്ലാതെ വേറെ എവിടെയൊക്കെയാണുള്ളത്? ഇപ്പം ഞങ്ങൾക്ക് ബാംഗ്ലൂരുണ്ട്, മൈസൂരുണ്ട്. ഇപ്പോൾ ഞങ്ങൾ അബ്രോഡിൽ ഒമാനിൽ ഞങ്ങൾ ഫാക്ടറിയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹോങ്കോങ്ങിൽ ഞങ്ങൾക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ഉണ്ട്. നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ 14 ഡിസ്ട്രിക്റ്റിലും നമ്മുടെ ഷോറൂം ഉടനെ വരുന്നുണ്ട്. അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് കാരണം അത്ര ദൂരത്തു നിന്ന് ആളുകൾക്ക് കാലിക്കറ്റിൽ വരാനുള്ള അസൗകര്യം ഉള്ളതുകൊണ്ട് നമ്മൾ അതാത് സ്ഥലത്ത് നമ്മൾ ജസ്റ്റ് ഷോറൂം നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഇപ്പോൾ ഞങ്ങൾ മൊബൈൽ ഷോറൂമിൻ്റെ വർക്കും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഓരോ വീടുകളിൽ നമ്മുടെ ക്ലയൻറ്റിന് നമ്മുടെ ഷോറൂം അവരുടെ വീട്ടിൽ
എത്തിച്ചു കൊടുക്കും. അവരിരുന്നിട്ട്, കാരണം ഒരു വീട്ടിൽ ഡിസിഷൻ മേക്കേഴ്സൊക്കെ എടുക്കുന്നത് സ്ത്രീകളായതുകൊണ്ട് ഈ ഒരു കോൺസെപ്റ്റ് എൻ്റെ മനസ്സിൽ വരാൻ കാരണം, ഒരു വണ്ടിയിൽ ഫുൾ സെറ്റ് ചെയ്തിരിക്കുന്ന വണ്ടി അവരുടെ വീട്ടിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവിടെ ഇരുന്നിട്ട് റിലാക്സ് ആയിട്ട് സെലക്ട് ചെയ്ത്, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഓണർ മാത്രം വന്ന് നമ്മുടെ യാർഡിൽ വന്നതിന് മെറ്റൽ സെലക്ട് ചെയ്താൽ മതി. അതിൻ്റെ വർക്കും നടക്കുന്നുണ്ട്. പിന്നെ 14 ഷോറൂം അതുപോലെ എല്ലാം ഡിസ്ട്രിക്റ്റിലും ഞങ്ങൾ വർക്ക് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. അത് കഴിയുന്ന സ്പീഡിൽ ഉണ്ടാവും. എന്താണ് ഇനി ഒരു മർമർ ഇറ്റാലിയുടെ ഫ്യൂച്ചർ? അവർ ഹബ്ബാക്കി മാറ്റണമെന്നാണ്. മർമർ ഇറ്റാലിയ ഇന്ത്യയിലെ ഒരു നമ്പർ 1 ഇമ്പോർട്ട് മാർബിൾ സെല്ലർ ആവണം എന്നുള്ള എയിം തന്നെയാണ് എൻ്റെ ഉദ്ദേശം. കാരണം വെച്ചാൽ ഇപ്പോൾ തന്നെ ഞാൻ ഇന്ത്യയിൽ ഏറ്റവും വില കുറച്ചിട്ടാണ് ഏറ്റവും നല്ല ക്വാളിറ്റി മെറ്റീരിയൽ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ആ ഒരു കാരണം തന്നെ ബോംബെയിൽ നിന്നും ബാക്കി അന്യ സംസ്ഥാനങ്ങളിലെ ആളുകൾ ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം അതാണ്. ദുബായ്, ബാംഗ്ലൂരോ ബോംബെയിലൊന്നും മെറ്റീരിയൽ കിട്ടാനിട്ടില്ല. ക്വാളിറ്റി വെച്ചിട്ട് നല്ല വില കുറച്ച് കൊടുക്കുന്നത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യുന്ന പരിപാടി ഞങ്ങൾക്കില്ല. ഞങ്ങൾ മെയിൻ ഇത് ക്വാളിറ്റിയാണ് ഞങ്ങളുടെ ഫസ്റ്റ് എയിം. അതിൽ എത്ര നഷ്ടം വന്നു കഴിഞ്ഞാലും ക്വാളിറ്റി വില കുറച്ച് കൊടുത്താലും പിന്നെ ക്വാളിറ്റി കുറച്ചിട്ടുള്ള ഒരു പരിപാടി ഞങ്ങൾക്കില്ല. ക്വാളിറ്റിയാണ് ഞങ്ങളുടെ മുഖമുദ്ര. റോട്ടറി ക്ലബിന്റെ അസിസ്റ്റന്റ് ഗവർണർ അല്ല ഇപ്പോൾ? അതെ. റോട്ടറി ക്ലബിലായിരുന്ന സമയത്ത് വേറെന്തോ ഒരു മീറ്റിംഗ് എന്തോ ഫ്ലൈറ്റിൽ വെച്ച് നടത്തി. അതെ ഞാൻ റോട്ടറിൻ്റെ എനിക്ക് എന്തെങ്കിലും എല്ലാ കാര്യത്തിലും എനിക്കൊരു എൻ്റെതായിട്ടുള്ളൊരു ഡിഫറെൻ്റ് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ റോട്ടറി പ്രസിഡന്റ് ആകുമ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യസ്തത വേണ്ടതെന്നുള്ള കണക്കിന് ഞാൻ ഫസ്റ്റ് ടൈം റോട്ടറി ഹിസ്റ്ററി തന്നെ വേൾഡിൽ ആരും ചെയ്തിട്ടില്ല. ഞങ്ങൾ ഫ്ലൈറ്റിൽ വെച്ചിട്ട് എൻ്റെ ഫംഗ്ഷൻ, എൻ്റെ പ്രസിഡൻഷ്യൽ ഇൻസ്റ്റലേഷൻ സെറമണി ഞാൻ ഫസ്റ്റ് ടൈമാണ് ഫ്ലൈറ്റിൻ്റെ അകത്ത് വെച്ച് നടത്തി. ഞങ്ങളൊരു കാലിക്കറ്റിൽ നിന്ന് ബാംഗ്ലൂർ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് വെച്ചിട്ടായിരുന്നു ഫുൾ ഡയസൊക്കെ വെച്ച് നോർമൽ മീറ്റിംഗ് ഫുള്ള് നമ്മൾ അതിൻ്റെ അകത്ത് വെച്ചിട്ട് ഫസ്റ്റ് ടൈം ആണ് ഇതായിരുന്നു. എനിക്ക് നന്നായിട്ടത് അതിൽ ബെസ്റ്റ് അവാർഡ് കിട്ടി. എനിക്ക് പല ഇത് ആ ഒരു റോട്ടറിയിൽ എനിക്കൊരു നന്നായിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിയൊരു പ്രോഗ്രാമായിരുന്നു. നന്നായി എൻജോയ് ചെയ്തു. കുറേ വർഷങ്ങളായി ഈ ഒരു മേഖലയിലുള്ള ഒരാളാണല്ലോ. ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന യങ്സ്റ്റേഴ്സിന് കൊടുക്കാനുള്ള മെസ്സേജ് എന്താണ്? എല്ലാം പോസിറ്റീവായിട്ട് കാണണം. എന്ത് വന്നു കഴിഞ്ഞാലും ഒരു ബിസിനസ് ആകുമ്പോൾ എപ്പോഴും പ്രോബ്ലംസ് സോൾവ് ചെയ്യലാണ് ബിസിനസ്സിൻ്റെ വലിയ പാർട്ടെന്ന് എല്ലാവരും പറയും. അത് വളരെ പരിധിവരെ ശരിയാണ്. അത് നമുക്ക് എന്ത് വന്നു കഴിഞ്ഞാൽ അതിന് പോസിറ്റീവ് വിഷയമില്ല. അതുകൊണ്ട് നന്നായി, അതുകൊണ്ടാണ് നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റുക. എല്ലാത്തിനും ഈ അധികം ആളുകൾക്ക് പറ്റുന്ന കാര്യം വെച്ചാൽ നെഗറ്റീവ് കാണുന്നുണ്ട്. എല്ലാത്തിനും പോസിറ്റീവ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ മൂമെൻറ്റും നമ്മുടെ ലൈഫ് നമുക്കൊരു പാടാണ്. അതിന് പോസിറ്റീവ് ആയിട്ട് എല്ലാം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മുൻ പ്രസിഡന്റ് കലാം പറഞ്ഞ പോലെ ഡ്രീം ചെയ്യണം. ലൈഫിൽ നമ്മൾ ഫുൾ ടൈം ഡ്രീം ചെയ്താൽ നമ്മൾ അച്ചീവ് ചെയ്യുള്ളൂ. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനൊക്കെ. ചെറുപ്പം മുതലേ ഞാൻ ബെൻസൊക്കെ വളരെ ചെറുപ്പം മുതലേ സ്കൂളിൽ മുതൽ ഞാൻ ഡ്രീം ചെയ്യാൻ തുടങ്ങിയൊരു സാധനമായിരുന്നു ബെൻസ്. പക്ഷേ എനിക്ക് എത്രയും പെട്ടെന്ന് എസ് ക്ലാസ്സൊക്കെ എൻ്റെ കയ്യിൽ വന്നു വീണത് എങ്ങനെ വന്നു എന്നുള്ള അറിയില്ല. നമ്മളാ ഡ്രീമാണ്, നമ്മളെ ഡ്രീം ഒരു മൈൻഡ് നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും എത്തും എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു സംശയമില്ല. എന്ത് കാര്യത്തിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് നമ്മുടെ മനസ്സ് എന്ത് കാര്യം ചെയ്യുമ്പോഴാണ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് നമ്മൾ ഓപ്പൺ ചെയ്യുമെന്നുള്ളൊരു സംഭവം നമ്മുടെ മനസ്സിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് നമ്മളെ ഉദ്ദേശിക്കുന്ന ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ പറ്റും. കാരണം നമ്മൾ ഡ്രീം ചെയ്യുമ്പോൾ എപ്പോഴും ചെറുതായി ഡ്രീം ചെയ്യരുത്, എക്സ്ട്രീം ആയിട്ട് കാണണം. അപ്പോൾ ചിലപ്പോൾ തോന്നുന്നത് വട്ടം എന്താ അങ്ങനത്തെ ആരും പ്രതീക്ഷിക്കാത്ത കാര്യം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പെട്ടെന്ന് ബാക്കിയുള്ളത് കയറി പോകുന്നത് അറിയില്ല. ഡ്രീം ഇല്ലാണ്ട് ഒരു ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റില്ല. നമ്മൾ ഇത്തരം തരം ബിസിനസ്സിനെ കുറിച്ച് പറഞ്ഞു, താങ്കൾ ചെയ്തിട്ടുള്ള മറ്റു പല കാര്യങ്ങളും. ഫാമിലി ബിസിനസ്സിലായിരുന്നു ബിസിനസ്സിൻ്റെ ആദ്യാക്ഷരം കുറിച്ചത്. പിന്നീട് സ്വന്തമായി എന്തൊക്കെയായിരുന്നു ഫാമിലിയുടെ ഒരു സ്റ്റാറ്റസ്? എൻ്റെ ഭാര്യ നിസ, MSc ഹോം സയൻസ് റാങ്ക് ഹോൾഡറാണ്. എനിക്ക് പിന്നെ 3 മക്കളാണ്.